5 ക്രൈം ത്രില്ലർ വെബ് സീരീസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിലാദ്യമായി തസ്കരി ദ സ്മഗ്ലേഴ്സ് വെബ്. നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണിത്. നീരജ് പാണ്ഡെ ഒരുക്കിയ ഈ വെബ് സീരീസ് മുംബൈ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തും കസ്റ്റംസ് ഓഫീസർമാരുടെ അന്വേഷണവുമാണ് പറയുന്നത്. ഇമ്രാൻ ഹാഷ്മി അവതരിപ്പിക്കുന്ന അർജുൻ മീന എന്ന കസ്റ്റംസ് ഓഫീസറുടെ കഥാപാത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും പക്വതയാർന്ന പ്രകടനങ്ങളിൽ ഒന്ന് തന്നെയാണെന്ന് പറയാം. അമിതമായിട്ടുള്ള ഒരു ഹീറോയിസം ഒന്നും ഇല്ലാതെ തന്നെ വളരെ ശാന്തവും അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം നീങ്ങുന്ന ഒരു കഥാപാത്രമാണിത്. ശരത് കൊൽക്കർ അവതരിപ്പിക്കുന്ന വില്ലൻ കഥാപാത്രവും പദവ് ശൈലിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഒരു കോർപ്പറേറ്റ് ശൈലിയിൽ സ്മഗ്ലിംഗ് നടത്തുന്ന ഒരു ബിസിനസ്സുകാരനെ പോലെയാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രം. വലിയ വെടിവെപ്പുകളോ ബഹളങ്ങളോ ഇല്ലാതെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ മുന്നേറുന്ന ഒരു ക്രൈം ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും കാണാൻ പറ്റും. അടുത്തായിട്ട് നൈന മർഡർ കേസ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു വെബ് സീരീസ് ആണിത്. പ്രശസ്ത ഡാനിഷ് സീരീസായ ദ കില്ലിങ്ങിന്റെ ഇന്ത്യൻ പതിപ്പാണിത്. കൊഗുണാസൻ ശർമ്മയാണ് ഇതിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മുംബൈയുടെ പശ്ചാത്തലത്തിൽ ഒരു കോളേജ് വിദ്യാർത്ഥിനിയുടെ കൊലപാതകവും അതിനെ തുടർന്നുള്ള അന്വേഷണവുമാണ് ഇതിന്റെ കഥ. കൊങ്കണയുടെ മികച്ച പ്രകടനം തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. SP സംയുക്ത ദാസ് എന്ന പക്വതയുള്ള ഒരു ഉദ്യോഗസ്ഥയായിട്ടാണ് അവർ ഇതിൽ അഭിനയിക്കുന്നത്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല വെബ് സീരീസ് തന്നെയാണിത്. അടുത്തായിട്ട് ദ ജംഗാബുരു കേസ്. സോണി ലൈവിലെ വളരെ വ്യത്യസ്തമായ ഒരു മിസ്റ്ററി ത്രില്ലർ സീരീസാണിത്. ഒഡീഷയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ സീരീസ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ക്ലൈമറ്റ് ഫിക്ഷൻ ത്രില്ലർ കൂടിയാണ്. പരിസ്ഥിതി ചൂഷണവും മനുഷ്യന്റെ അത്യാഗ്രഹവുമൊക്കെ എങ്ങനെ ഒരു നാടിനെ തകർക്കുന്നു എന്നതാണ് ഇതിന്റെ ഇതിവൃത്തം. ലണ്ടനിൽ ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റായ പ്രിയ തന്റെ അച്ഛനെ കാണാനില്ല എന്ന വാർത്തയറിഞ്ഞ് നാട്ടിലെത്തുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. അച്ഛനൊരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തെ തിരയുന്ന പ്രിയ ചെന്നെത്തുന്നത് ഖനന മാഫിയകളുടെയും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെയും വലിയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെയുമൊക്കെ നടുവിലേക്കാണ്. ജംഗാബുരു എന്ന മലനിരയെയും അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരും നേരിടുന്ന ഭീകരമായ അവസ്ഥകളാണ് 7 എപ്പിസോഡുകളിലായി വളരെ ഗൗരവപൂർവ്വം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിലെ ലൊക്കേഷനുകളും പശ്ചാത്തല സംഗീതവുമെല്ലാം എടുത്തു പറയേണ്ടതാണ്. ഒഡീഷയുടെ ഭംഗിയും അതേസമയം ഖനനം വരുത്തിവെക്കുന്ന ആപത്തുകളും ക്യാമറയിൽ വളരെ മനോഹരമായി തന്നെ പകർത്തിയിട്ടുണ്ട്. സ്ഥിരം കൊലപാതക കേസുകളോ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളോ കണ്ടുമടുത്തവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു ഫ്രഷ് പ്രമേയമാണ് ഇത്. അടുത്തായിട്ട് മന്ദാർ. ഹോയ്ചോയ് എന്ന പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിട്ടുള്ള മന്ദാർ ഒരു ബംഗാളി വെബ് സീരീസാണ്. ഷേക്സ്പിയറിന്റെ പ്രശസ്തമായ മാക്ബത്ത് എന്ന നാടകത്തെ ആസ്പദമാക്കിയാണ് ഇതൊരുക്കിയിരിക്കുന്നത്. കടൽ തീരത്തെ ഒരു ഗ്രാമത്തിലെ അധികാരമോഹത്തിന്റെയും വഞ്ചനയുടെയും കഥയാണ് ഇത് പറയുന്നത്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും, പ്രത്യേകിച്ച് മന്ദാറും ലൈലയും അവരുടെ ആക്ടിംഗ് കൊണ്ട് നമ്മളെ തികച്ചും അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. സീരീസിലെ സിനിമോട്ടോഗ്രാഫിയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആയിരുണ്ട ലോകത്തെ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. കേവലം ഒരു ക്രൈം ത്രില്ലർ എന്നതിലുപരി മനുഷ്യന്റെ ഉള്ളിലെ ഇരുണ്ട വശങ്ങളെ വളരെ ആഴത്തിൽ ഈ സീരീസ് സ്പർശിക്കുന്നുണ്ട്. ഡാർക്ക് ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കാൻ പറ്റും. അടുത്തായിട്ട് മൻബത്ത് മർഡേഴ്സ്. സോണി ലൈവിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു വെബ് സീരീസാണിത്. 1970കളിൽ മഹാരാഷ്ട്രയിലെ മൻബത്ത് എന്ന ഗ്രാമത്തിൽ നടക്കുന്ന യഥാർത്ഥ കൊലപാതകങ്ങളെ ആസ്പദമാക്കിയാണ് ഈ സീരീസ് ഒരുക്കിയിരിക്കുന്നത്. ഒരു നിഗൂഢമായ നിധി തേടിയുള്ള വിശ്വാസങ്ങളും അതിനായി നടത്തുന്ന ക്രൂരമായ നരബലികളുമാണ് ഇതിന്റെ ഇതിവൃത്തം. ആ കാലഘട്ടത്തിലെ ഗ്രാമീണ അന്തരീക്ഷവും അന്ധവിശ്വാസങ്ങളും വളരെ തന്മയത്വത്തോടുകൂടി തന്നെ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കേസ് അന്വേഷിക്കാനെത്തുന്ന DCP രാംകാന്ത് കുൽക്കർണി എന്ന കഥാപാത്രവുമായി അശുതോഷ് റാണ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സാധാരണ ത്രില്ലറുകളിൽ കാണുന്ന വേഗതയേക്കാൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയാണ് ഇതിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സീരിയസ് ക്രൈം ഡ്രാമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇതിൽ നിങ്ങൾ കണ്ടിട്ടുള്ള വെബ് സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.